Hi all, welcome back to Crazy Veg. This is beans kondulla thoran enganeyana thayarakkune nokkam. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് എഴുതിയിരിക്കുന്നത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് തോരൻ എങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 300 ഗ്രാം ബീൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രഞ്ച് ബീൻസ് ആണ്, അതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ നാരുകളൊന്നുമില്ല. അതിൻ്റെ 2 സൈഡ് മാത്രം കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കാം. 2 സൈഡും കട്ട് ചെയ്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ അരിഞ്ഞതിന് വേണ്ടിയിട്ട് നമുക്ക് കയ്യിൽ വെച്ചിട്ട് വേണമെങ്കിൽ മൊത്തത്തിൽ അരിഞ്ഞെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറിയതായിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ബീൻസ് ആണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് കട്ടിയിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. ഏകദേശം ഈ രീതിയിലൊന്ന് അരിഞ്ഞെടുത്താൽ മതി. ഇത്രയൊന്ന് കനത്തിൽ അരിയാം. അപ്പോൾ നമുക്ക് ഇതുപോലെ മുഴുവനും ഞാനിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള, ചെറിയൊരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക് നടുവിലൂടെ കീറിയെടുത്തതാണ്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിടാം. ഇത് ഇത്രയും കൂടി നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉള്ളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അത് കഴിക്കാനായിട്ട് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്വാദായിരിക്കും. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക് അത്രയും കൂടി ഇട്ടിട്ട് കടുക് പൊട്ടി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ബീൻസിൻ്റെ കൂട്ടും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പം ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം, തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഒരു 7 മിനിറ്റ് വേവിക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. ഒരു 2 പിടി തേങ്ങ എടുക്കുക, അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മിയത്, ഒരു 3 വെളുത്തുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം ഇത്രയും കൂടെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒത്തിരി ഒന്നും അരയണ്ട, ഈ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തോരനൊക്കെ നന്നായിട്ട് ബീൻസ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉള്ളിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നല്ലപോലെ വെന്ത് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട വഴിക്ക് തന്നെ ഇളക്കി ചേർക്കരുത്. ഇത് ആ ബീൻസിൻ്റെ മുകളിലേക്ക് ഒന്ന് പൊത്തി വെച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വേവിക്കാം. ആ തേങ്ങ ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് മാത്രം ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വയ്ക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തേങ്ങയും വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങ ഒരുപാട് സമയം നമുക്ക് വേകേണ്ട ആവശ്യമില്ല, അപ്പോൾ അതിൻ്റെ സ്വാദ് പോവും. അപ്പോൾ ഇനി നമുക്കിത് ഇളക്കി ചേർക്കാം. അപ്പോൾ നമ്മുടെ തോരൻ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ മലയാളികൾക്ക് ചോറിനൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് തോരൻ. ഇപ്പോൾ ബീൻസ് കൊണ്ടുള്ള ഈ തോരൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.